കൂടിയ ഐറ്റങ്ങളാ. കള്ളൊക്കെ പാവപ്പെട്ട അത്തപ്പാടികൾക്ക്. പടച്ചവനെ, ആർക്ക് വേണത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കള്ളും കഞ്ചാവും വല്ലാതെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഭയക്കേണ്ട ഒരു കാര്യമാ. കള്ളും കഞ്ചാവും ഇന്ന് യുവതലമുറ വല്ലാതെ അതിനടിറ്റായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പടച്ചറപ്പേ, അതിന് മതമില്ല, ജാതിയില്ല, ഭാഷയില്ല, സംഘടനയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ആലുവ എന്ന് പറയുന്ന സ്ഥലത്ത് 5 വയസ്സുള്ള ഒരു പൊന്നുമോള, ഒരു ക്രൂരനൊരു കാട്ടാളനായ ഒരു മനുഷ്യന് 5 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വളരെ നിഷ്ഠൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞല്ലോ ഒരുത്തൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 5 വയസ്സുള്ള ഒരു പെൺകുട്ടി, 5 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വളരെ ക്രൂരമായ രീതിയിൽ, സുബ്ഹാനല്ലാഹ്, ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത രീതിയിൽ വളരെ നിഷ്ഠൂരമായിട്ട് ഒരുത്തൻ കൊന്നുകളഞ്ഞല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ അങ്ങനെ കൊന്നുകളഞ്ഞപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവൻ ലഹരിക്കടിമയായിരുന്നു എന്നുള്ളതാ. അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യാൻ കഴിയുന്നത്. കുറച്ചു ദിവസം മുമ്പാണ് തൃശ്ശൂർ ജില്ലയിൽ വൈലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തന്റെ മാതാവിനെ, തന്റെ ഉപ്പ മരണപ്പെട്ടു പോയി. തന്റെ ഉമ്മ രണ്ടാമതൊരു വിവാഹം കഴിച്ചു വിട്ടപ്പോൾ തന്നെ പൊന്നുപോലെ വളർത്തിയ ഉപ്പുപ്പയെയും ഉമ്മുമ്മയെയും പടച്ചവനെ കഴുത്തു കോഴി അറുക്കുന്നത് പോലെ കഴുത്തറുത്തു കൊന്നുകളഞ്ഞില്ലേ ഒരുത്തൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നല്ലതുപോലെ പഠിപ്പിച്ച കണ്ടവര് പറയുന്നു, കോഴി അറുത്തിട്ടതുപോലെ കഴുത്ത് മുറിച്ചെടുത്തിരിക്കുക. എന്തിന്റെ പേരിൽ? ലഹരി ഉപയോഗിക്കാൻ പൈസ ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ പേരിൽ. മൂവാറ്റുപുഴ ഭാഗത്തല്ലേ രണ്ട് ചെറുപ്പക്കാര് ബൈക്ക് കൊണ്ടുവന്നിട്ട് റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു പെൺകുട്ടി ഇടിച്ചു മറിച്ചത്. എന്ത് സ്പീഡ് കൂടുതൽ, ലഹരി അടിച്ചിട്ട്. ഇവിടെ പരിസരമല്ലേ മാവേലിക്കര, 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ മഴുവിന് വെട്ടിക്കൊന്നില്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇവിടെ ചോദിക്കും, ഇവർക്കാർക്കും ജാതിയില്ല, ജാതിയും മതവുമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഭാഷയില്ല, സംഘടനയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവരുടെയൊക്കെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ അടിസ്ഥാനപരമായി ഇവർക്കുള്ള ഒന്നാമത്തെ കാര്യം, ഇവരെല്ലാവരും ലഹരിക്കടിമയായിരുന്നു. ഇവളെല്ലാവരും കള്ളിനും കഞ്ചാവിനും അടിമയാണ്. പടച്ചറപ്പേ, യുവതലമുറ എന്നതിന്റെ പുറകിലാ. ആൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികൾ വരെയുന്ന കള്ളു കുടിക്കുന്ന കാലമാ. പണ്ട് ആണുങ്ങൾ മാത്രമായി അടിക്കുക, ഇപ്പൊ പെണ്ണുങ്ങൾ അടിക്കാൻ തുടങ്ങി. നിങ്ങളൊക്കെ പത്രങ്ങളിലൂടെ വായിച്ച 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 12 വയസ്സുള്ള ഒരു പെൺകുട്ടി പറയുകയാ, ഞാൻ അടിച്ചിട്ടുണ്ട്, എന്റെ കൂടെയുള്ള 20 കുട്ടികളെ എനിക്കറിയാം. 12 വയസ്സുള്ള കുട്ടി പറയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെൺകുട്ടികൾ പോലും ഇന്നലെയോ മെലഞ്ഞാന്നോ വാട്സപ്പിൽ ഒരു വീഡിയോ കണ്ടു. ബർത്ത്ഡേ ആഘോഷത്തിന്റെ ഒരു വീഡിയോ. പടച്ചവനെ, നമ്മളൊന്ന് ആലോചിച്ച് വെക്കേ. കള്ളോ എന്തോ പൊട്ടിക്കുന്നുണ്ട് ആ കുട്ടി. പൊട്ടിക്കുന്നതിനിടയിൽ എല്ലാവരുടെ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തു. മഫ്തയൊക്കെ ഇട്ട് നല്ലപോലെ തലയൊക്കെ തുണിയൊക്കെ ചുറ്റിക്കെട്ടിയ പെൺകുട്ടി. എല്ലാവരും കുടിക്കാൻ ഗ്ലാസ്സിൽ എടുക്കുമ്പോൾ അത് പറയുന്നുണ്ട്, ഹറാമ ഹറാമ ഹറാമ. ഒന്ന് ആലോചിക്കേ, എവിടെ എത്തി നിൽക്കും നമ്മുടെ സമുദായം. എന്റെ പ്രിയപ്പെട്ടവരെ, കള്ളിനും കഞ്ചാവിനും അടിമയായിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു, മോനെ, കുടിക്കല്ലേടാ ചെറുപ്പക്കാരാ. കൂടെ പഠിക്കുന്ന കൂട്ടുകാര് പറയുകയാ, ഒന്നെങ്കിലും ഒരു വായെങ്കിലും എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. സാധാരണ ഒരു മനുഷ്യനല്ല, പടച്ചവനെ പേടിച്ച് ജീവിച്ചിരുന്ന ബർസീസ് എന്ന് പറയുന്ന മഹാനിന്റെ ചരിത്രം അറിയുമല്ലോ. പടച്ചറപ്പേ, ഒറ്റയ്ക്ക് കൂടാരം കെട്ടിയിട്ട് രാവും പകലും ബർസീസ് പടച്ചറപ്പിന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാ. അപ്പോഴാണ് ഇബ്ലീസ് ഒരു മഹാന്റെ രൂപത്തിൽ കടന്നു വരുന്നത്. ഇബ്ലീസ് ഒരു മഹാന്റെ രൂപത്തിൽ കടന്നു വരികയാണ്. ബർസീസയുടെ കൂടാരത്തിൽ വന്നിട്ട് ചോദിക്കുന്നു, എനിക്ക് കൂടെ താമസിക്കാൻ അനുവാദം തരുമോ? എനിക്ക് കൂടെ ഇബാദത്ത് ചെയ്യാൻ അനുവാദം തരുമോ? ബർസീസ് അനുവാദം കൊടുക്കുകയാണ്. 3 ദിവസം രാവും പകലും ഭക്ഷണം കുടിക്കാതെ, വെള്ളം കുടിക്കാതെ ബർസീസയുടെ റൂമിനകത്ത് നിന്നുകൊണ്ട് ഇബ്ലീസ് നിസ്കരിക്കുകയാ. ഭക്ഷണം കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല, ഒരു നിമിഷം പോലും മാറുന്നില്ല. രാവും പകലും 3 ദിവസമായിട്ട് ഇബ്ലീസ് നിന്ന് ഇബാദത്ത് എടുക്കുകയാ. ബർസീസ ചോദിക്കുന്നു, നിങ്ങൾക്ക് വിശപ്പില്ലേ? നിങ്ങൾക്ക് ദാഹമില്ലേ? നിങ്ങൾക്ക് ഉറക്കമില്ലേ? അപ്പോഴാണ് ഇബ്ലീസ് പറയുന്നത്, എനിക്ക് അങ്ങനെയൊന്നുമില്ല. പടച്ചവനെ, ഇബ്ലീസ് ചോദിക്കുന്നു, എന്നെ പോലെ നിങ്ങൾക്കും ആകണോ? ബർസീസ പറഞ്ഞു, എനിക്ക് എങ്ങനെയാകണം? അപ്പോഴാണ് ഇബ്ലീസ് പറയുന്നത്, നിങ്ങൾ
വലിയ ഒരു പാപം ചെയ്യണം. പാപം ചെയ്തിട്ട് അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചാൽ എന്നെ പോലെയാകാൻ പറ്റും നിങ്ങൾക്ക്. ഇബ്ലീസ് പറഞ്ഞു കൊടുത്തു, നിങ്ങളൊരു കൊലപാതകം ചെയ്യണം. ബർസീസ് പറഞ്ഞു, അത് വലിയ പാപമാ. അല്ലാഹുവേ, കൊല ചെയ്യുന്നത് വല്ലാത്ത പാപമാ, ഞാൻ ചെയ്യൂല എന്നാ പറഞ്ഞു. നീ ഒരു പെണ്ണുമായിട്ട് വ്യഭിചരിക്കണം. അപ്പോഴും ബർസീസ് പറയുന്നു, വലാ തഖറബുസിനാ ഇന്നഹു കാന ഫാഹിഷാ. വ്യഭിചാരം പാപമാ, ഞാൻ വ്യഭിചരിക്കൂല. അവസാനമായിട്ട് ഇബ്ലീസ് പറഞ്ഞു, എങ്കിലും നീ കള്ളു കുടിക്കൂ, അതിന് ചാര പാപമാണല്ലോ. പടച്ചവനെ, കൊലപാതകം ചെയ്യാൻ പറഞ്ഞു, വ്യഭിചരിക്കാൻ പറഞ്ഞു, കള്ളു കുടിക്കാൻ പറഞ്ഞു. ബർസീസ് വിചാരിച്ച് ഏറ്റവും ചെറുത് കള്ളാണല്ലോ. പടച്ചവനെ, കള്ള് ഷാപ്പ് കാണിച്ചു കൊടുത്തു. ബർസീസ് കള്ള് ഷാപ്പിനകത്ത് കയറി ചെന്നിട്ട് കള്ളു കുടിക്കുകയാണ്. കള്ളു കുടിച്ചു കഴിയുമ്പോ കള്ള് വിളമ്പി കൊടുക്കുന്ന പെണ്ണിനെ കണ്ടപ്പോ ബർസീസയ്ക്ക് മോഹം തോന്നുകയാണ്. ആ പെണ്ണുമായിട്ട് അവിടെ നിന്ന് വ്യഭിചരിക്കുകയാണ്. ആ പെണ്ണുമായിട്ട് അവിടെ നിന്ന് ശാരീരികമായി ബന്ധപ്പെടുകയാണ്. ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോ ഭർത്താവ് കണ്ടുകൊണ്ട് കടന്നു വരികയാ. ഭർത്താവ് കണ്ടുകൊണ്ട് കടന്നു വരികയാ. പടച്ചവനെ, ഭർത്താവുമായി തമ്മിത്തല്ലായി ആ മനുഷ്യനെ ബർസീസ് കൊന്നുകളയുകയാണ്. നിങ്ങളൊന്ന് ചിന്തിക്കടോ. കള്ളു കുടിച്ചു, വ്യഭിചരിച്ചു, കൊലപാതകം ചെയ്തു, അവസാനം ജയിലറയിലായി. മരിക്കാൻ കിടക്കുന്ന സമയത്ത് തൂക്കുകയറിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ രക്ഷപ്പെടുത്താ, ഞാൻ നിന്നെ രക്ഷപ്പെടുത്താ, എന്റെ മുമ്പിൽ നീയൊന്ന് സുജൂദ് ചെയ്യൂ. പടച്ചവനെ, മഹാനായിരുന്ന ബർസീസ് അവസാന ഇബ്ലീസിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ട് അതാ ഈമാനില്ലാതെ മരിച്ചു പോയെന്ന ചരിത്രം പറയുമ്പോ എല്ലാ പാപങ്ങളുടെയും ഉമ്മ കള്ളാടോ, എല്ലാ പാപങ്ങളുടെയും തുടക്കമതാ പടച്ചവനെ ലഹരി പദാർത്ഥമാണ്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, കൂടെ പഠിക്കുന്നവന് കഞ്ചാവ് തന്നാല്, മയക്കുമരുന്ന് തന്നാല്, ബിയർ തന്നാല്, ബീഡിക്കുറ്റി തന്നാലും വലിക്കല്ലേടാ. നീ അവനോട് പറയണം, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഒരു തുള്ളി കണ്ണ് തൊണ്ടയുടെ താഴെ ഇറങ്ങിയാൽ അവൻ ഒരു കാലത്തും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കിടക്കൂല. കണ്ണ് കുടിക്കുന്നവനോട് സലാം പറയരുത്, കണ്ണ് കുടിക്കുന്നവനുമായി സഹകരിക്കരുത്, കണ്ണ് കുടിക്കുന്നവന്റെ കൂടെ നടക്കരുത്, കണ്ണ് കുടിക്കുന്നവന്റെ കൂടെ ഇരിക്കരുത്, കണ്ണ് കുടിക്കുന്നവനുമായി കൂട്ടുകൂടരുത്. പടച്ചവരെ, വലിയ പാപമാണെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കള്ളു കുടിക്കില്ല. നീയൊക്കെ എത്ര പറഞ്ഞാലും ഞാൻ ചെയ്യില്ലടാ. കാരണം എനിക്ക് അല്ലാഹുവിനെ പേടിയാ. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങള്, കൂടെ പഠിക്കുന്നവൻ നിന്റെ കയ്യിൽ കയറി പിടിക്കുമ്പോ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ മനസ്സില്ലാതെ പോകുന്ന പെങ്ങള്, മോളെ, അല്ലാഹുവിനെ പേടിയില്ലാത്തതെന്ത്? കൂടെ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നിന്റെ കയ്യിൽ കയറി പിടിച്ച അവനോട് പറയണം, കൈയെടുക്കടാ. ഫ്രണ്ട്ഷിപ്പൊക്കെ വേറെയാണ്, ഫ്രണ്ട്ഷിപ്പൊക്കെ വേറെയാണ്, കൂട്ടുകാരൊക്കെ ശരിയാണ്, പക്ഷേ എന്റെ ശരീരത്തെ തൊടുന്നത് വ്യഭിചാരമാ, എന്റെ ശരീരത്ത് തൊടുന്നത് വ്യഭിചാരമാ. എന്റെ ചെറുപ്പക്കാരാ, പറയണമടാ. കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഓടി വന്ന് നിന്റെ കയ്യിൽ പിടിച്ച തോളിൽ തൊട്ടാൽ അവളോട് പറയണം, ഇനി ഒരിക്കലും നീ ചെയ്യരുത്, കാരണം ഇത് വ്യഭിചാരമാണ്. എനിക്ക് അല്ലാഹുവിനെ പേടിയാ, ഇത് വ്യഭിചാരമാണെന്ന് പറയണം ചെറുപ്പക്കാരാ. പക്ഷേ ഇന്നത്തെ തലമുറ അങ്ങനെയല്ലല്ലോ. തൊടുന്നതും പിടിക്കുന്നതും ഇരിക്കുന്നതും നടക്കുന്നതും കുഴപ്പമില്ലല്ലോ, അത് പാപമായി കാണുന്നില്ലല്ലോ. എങ്ങനെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ, നിസ്കരിക്കുന്നവൻ ഒരു സ്വർഗമുണ്ടടാ, ഖുർആൻ പഠിച്ചവന് സ്വർഗമുണ്ടടാ, ഹജ്ജ് ചെയ്തവന് സ്വർഗമുണ്ടടാ, നോമ്പ് പിടിച്ചവന് സ്വർഗമുണ്ടടാ, പഠിച്ചവരെ പള്ളി കെട്ടിക്കൊടുത്തവന് സ്വർഗമുണ്ടടാ. എല്ലാവർക്കും ഒരു സ്വർഗമുണ്ട്, എല്ലാവർക്കും ഒരു സ്വർഗമുണ്ട്. എങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അതാ ഒരാൾക്ക് രണ്ട് സ്വർഗമുണ്ട്. ആർക്കാണ്
ആർക്കാണ് രണ്ട് സ്വർഗമുള്ളതെന്നറിയോ? ആർക്കാണ് രണ്ട് സ്വർഗമുള്ളതെന്നറിയോ? ചെറുപ്പക്കാരാ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഞാനൊരു ചെറുപ്പക്കാരനെ പറഞ്ഞു തരാ. കാഞ്ഞിപ്പുഴയിൽ നിന്ന് വയത് കേൾക്കാമെന്ന് പ്രിയപ്പെട്ട യുവത്വത്തിന് പഠിക്കാൻ, നിനക്ക് മാതൃകയാക്കാൻ ഒരു ചെറുപ്പക്കാരൻ ഞാൻ പറഞ്ഞു തരാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാ, ഉമർ തങ്ങൾക്ക് വല്ലാത്ത സ്നേഹമാ. പടച്ചവനെ, ഉമർ തങ്ങൾ ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടണമെങ്കിലോ അവന് സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല, അവൻ അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. എന്തിനാ ഉമർ തങ്ങൾ ഇഷ്ടപ്പെട്ടതെന്നറിയോ? 5 നേരം അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ റോഡിന്റെ തിണ്ണയിലല്ല, കലങ്ങിന്റെ മുകളിലല്ല, പള്ളിയുടെ വെളിയിലല്ല, അല്ലാഹുവിന്റെ പള്ളിയുടെ 1ാമത്തെ സഫിൽ എല്ലാ ദിവസവും 5 നേരം വന്നിരിക്കുന്ന ചെറുപ്പക്കാരരാ. അതുകൊണ്ട് ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. പടച്ചറപ്പേ, ഈ ചെറുപ്പക്കാരൻ ഒരു ദിവസം നിസ്കാരം കഴിഞ്ഞ് രാത്രിയിൽ വീട്ടിലേക്ക് പോകുകയാ. എല്ലാ ദിവസവും നിസ്കരിച്ചിട്ട് ഒരു ദിവസം നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. ഇരുട്ടുള്ള രാത്രിയില് ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു സുന്ദരിയായ പെണ്ണ് കാത്തു നിൽക്കുകയാണ്. ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിൽ പതുങ്ങി നിൽക്കുകയാണ്. ഒറ്റയ്ക്ക് നടന്നു വരുന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാ, ചുംബനം കൊടുക്കുകയാ. എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ, നിന്നോട് വല്ലാത്ത പ്രണയമാ, എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചതാടാ എന്ന് പറഞ്ഞു യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു സുന്ദരിയായ പെണ്ണ് ഒരു ചെറുപ്പക്കാരൻ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ചുംബനം കൊടുത്തിട്ട് യാചിക്കുകയാ. സുബ്ഹാനല്ലാഹ്, ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാ. പടച്ചറപ്പേ, വ്യഭിചാരം ചെയ്തല്ലോ അല്ലാ, ഞാൻ തെറ്റുകാരനായി പോയല്ലോ, നരകത്തിന്റെ അവകാശിയായി പോയല്ലോ, എന്റെ ശരീരത്തൊരു പെണ്ണ് തൊട്ടല്ലോ അല്ലാ. ബോധം കെട്ട് താഴെ വീഴുകയാ, പെണ്ണോടി രക്ഷപ്പെടുകയാണ്. അതാ വഴിയിൽ കിടക്കുന്ന ചെറുപ്പക്കാരനെ യാത്രക്കാര് കാണുകയാ. അവിടെന്ന് ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് ചെന്നു. പടച്ചറപ്പേ, പ്രായം ചെന്ന പിതാവ് ഓടി വന്ന് തന്റെ പൊന്നാര മകന്റെ മുഖത്ത് വെള്ളമൊഴിച്ചു. ബോധം തിരിച്ചു വന്നപ്പോ ഉപ്പ ചോദിക്കുന്നു, എന്ത് പറ്റി മോനെ? ഉപ്പാ, എല്ലാം നശിച്ചു വാപ്പാ, ഞാൻ നരകത്തിന്റെ അവകാശിയാ, എന്റെ ശരീരത്തൊരു പെണ്ണ് തൊട്ടു വാപ്പാ. നടന്നത് മുഴുവനും കരഞ്ഞുകൊണ്ട് പറയുമ്പോ വാപ്പ പറഞ്ഞു, എന്റെ പൊന്നുമോന് തെറ്റുകാരനല്ല, ആ പെണ്ണല്ലേ പിടിച്ചത്, എന്റെ പൊന്നുമോൻ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവനാണല്ലോ. വാപ്പ എത്ര പറഞ്ഞിട്ടും ആ ചെറുപ്പക്കാരന്റെ കരച്ചിൽ തീരുന്നില്ല. നിലവിളിയാ, തന്റെ പൊന്നാര മകന് മരിച്ചു പോകുമോ എന്ന് പിതാവിനെ പേടിയാവുകയാണ്. അവിടുന്ന് സമാധാനിപ്പിക്കുമ്പോ മകൻ പറഞ്ഞു, വാപ്പാ, ഉമർ തങ്ങളോട് ചെന്ന് ചോദിക്ക്, ഉമർ തങ്ങളോട് മസല ചോദിക്ക്. ഖലീഫയായ ഉമർ തങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞു വിട്ടു. ഉമർ തങ്ങളുടെ മുമ്പിൽ ചെന്നു പൊന്നാര മകന്റെ സംഭവം പറഞ്ഞു കൊടുത്തു. ഉമർ തങ്ങൾ പറഞ്ഞു, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അവന് തെറ്റുകാരനല്ല, ആ പെണ്ണിങ്ങോട്ട് കയറി പിടിച്ചതാണല്ലോ. വാപ്പയ്ക്ക് വലിയ സന്തോഷമായി തന്റെ പൊന്നാര മകനോട് ഇത് പറയാ. വീട്ടിലേക്ക് വരുമ്പോ കാണുന്ന രംഗമെന്തെന്നറിയുമോ? യുവത്തവേ,
നെഞ്ച് പൊട്ടികെട്ട് മരിച്ചു പോയടാ ചെറുപ്പക്കാരാ. ഒരു പെണ്ണെന്നെ തൊട്ടല്ലോ, ഞാൻ നരകത്തിലാണല്ലോ, അള്ളാനോട് കണക്ക് പറയണമല്ലോ. പേടിച്ച് പേടിച്ചവിടെന്ന് നിലവിളിച്ച് മരിച്ചു പോയടാ ചെറുപ്പക്കാരാ. ഈ ചെറുപ്പക്കാരന്റെ ഖബർ കൊണ്ട് ജനാസ കൊണ്ട് ഖബറടക്കുകയാ. ജനാസ ഖബറടക്കിയിട്ട് ആ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് ഉമർ തങ്ങൾ ഓതിയ ആയത്തേതെന്നറിയോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. കാഞ്ഞിപ്പുഴയിലെ പെങ്ങന്മാരോട് പറയുകയാ, ഹജ്ജ് ചെയ്തവനൊരു സ്വർഗമേ ഉള്ളൂ, പള്ളി കെട്ടിക്കൊടുത്തവനൊരു സ്വർഗമേ ഉള്ളൂ, പള്ളിയിലെ ഖതീബിനൊരു സ്വർഗമേ ഉള്ളൂ, ഹാഫിദിനൊരു സ്വർഗമേ ഉള്ളൂ, നിസ്കരിക്കുന്നവർക്കൊരു സ്വർഗമേ ഉള്ളൂ. കൂടെ പഠിക്കുന്ന ഒരുത്തൻ നിന്റെ ശരീരത്തെ തൊടുമ്പോ ഇത് വ്യഭിചാരമാടാ, ഇത് പാപമാടാ. ഇന്നീ അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹനെ പേടിക്കുന്നവനാടാ, എനിക്ക് പടച്ച റബ്ബിനെ പേടിയാ. കൂടെ പഠിക്കുന്നവന് മയക്കുമരുന്ന് തരുമ്പോ, കഞ്ചാവ് തരുമ്പോ, ഒന്ന് പുകയ്ക്കടാ, ഒന്ന് വലിക്കടാ, ബിയറൊന്ന് കുടിക്കടാ എന്ന് പറഞ്ഞ് നിന്നെ വിളിക്കുമ്പോ അവനോട് പറഞ്ഞു കൊടുക്കണം, മിന്നീ അഖാഫുല്ലാഹ്, എനിക്ക് അല്ലാഹനെ പേടിയാ, എനിക്ക് അല്ലാഹനെ പേടിയാ. അങ്ങനെ പറഞ്ഞ അല്ലാഹു നിനക്ക് 2 സ്വർഗം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. തെറ്റ് ചെയ്യാൻ അവസരം കിട്ടി, നട കുടിക്ക്, എന്നാ വലിക്ക്, എന്ത് വേണമെങ്കിലും ചെയ്യേ, പറയണം ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് അല്ലാഹനെ പേടി, എനിക്ക് അല്ലാഹനെ പേടി, ഞാൻ ഈ പണിക്കില്ല. വ്യഭിചരിക്കാനും കള്ളു കുടിക്കാനും വൃത്തികേട് ചെയ്യാനും ഞാനില്ല, എനിക്ക് അല്ലാഹനെ പേടിയാ. 2 സ്വർഗം അല്ലാഹു നിനക്ക് തരുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇന്ന് തൊടുന്നതും പിടിക്കുന്നു ഒന്നും ഒരു തെറ്റല്ലടോ. ഉമ്മ തന്നെ പറയാ, കയറിപ്പൊക്കോ, കൂട്ടുകാരനല്ലേ, അവന്റെ ബൈക്കിന്റെ പുറകെ കയറിപ്പൊക്കോ. അല്ലെങ്കിൽ അവർ ഇങ്ങനെ പറഞ്ഞു വിടുന്ന ഒരു കാലം തെറ്റല്ല. കൂടെ പഠിക്കുന്നവൻ തുടങ്ങിയ ചെറുപ്പക്കാരാ, നീ പൊട്ടനാകരുത് മോനെ. എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നത്, എന്റെ പെൺകുട്ടികളോട് ഞാൻ പറയുന്നത്, നിന്റെ ശരീരത്തെ തൊടുന്നവരുമായിട്ടുള്ള ബന്ധം അതോടുകൂടി അവസാനിപ്പിക്കണം. കാരണം അവൻ നല്ലവനല്ല, അവൻ നല്ലവനല്ലടാ. നിന്റെ ശരീരത്തെ തൊട്ടിയും തടകിയും നിൽക്കുന്ന ആ പെൺകുട്ടി നല്ലവളല്ല. നീ ആദ്യം വ്യക്തമായി മനസ്സിലാക്കുക. ഞാൻ ചുമ്മാതെ പറഞ്ഞല്ല, തെളിവ് സഹിതം ഞാൻ പറഞ്ഞു തരാം. നല്ല ഒരു പെൺകുട്ടിയാണെങ്കിൽ നിന്റെ ശരീരത്ത് തൊടില്ല. നല്ല ഒരു അല്ലാഹനെ ഭയന്ന് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നിന്നെ തൊടില്ല. അതിനുള്ള ഏറ്റവും വലിയ തെളിവെന്താ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി, മഹാനായ നബിയുനാ റസൂലുള്ളാഹി, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആലയുടെ ചരിത്രം അറിയുമല്ലോ. ബദരീങ്ങളിൽപ്പെട്ട സഹാബിയാണ് സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു. നബിതങ്ങളും സ്വഹാബത്തും ഒരു യാത്രയിൽ ഇങ്ങനെ വരുമ്പോ ആയിഷ ബീവിയുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ കൂടാരത്തിനകത്ത് ഇരിക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് ചെന്നപ്പോ നബിതങ്ങൾ നിർത്താൻ പറഞ്ഞു, വാഹനമൊക്കെ നിർത്തി. എന്നിട്ട് പറഞ്ഞു പെണ്ണുങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകാൻ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കൂടാരത്തിനകത്ത് നിന്ന് താഴെ ഇറങ്ങിയിട്ട് തന്റെ ആവശ്യം പോയി സാധിപ്പിച്ചു. തിരിച്ചു കയറി ആ കൂടാരത്തിലേക്ക് കയറുന്നത് എല്ലാരും കണ്ടു. പെണ്ണുങ്ങളൊക്കെ കയറി കഴിഞ്ഞപ്പോ നബിതങ്ങൾ പറഞ്ഞു, ഇനി ആണുങ്ങൾ പോകാൻ. ആണുങ്ങൾ എല്ലാവരും പോയി മലമൂത്ര വിസർജനത്തിന് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കടന്നുപോയി. ആയിഷ ബീവി റളിയല്ലാഹു തആല ഇതിന്റെ മുകളിൽ ഇരിക്കുമ്പോഴാ തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആലയ്ക്ക് മനസ്സിലായി, ഞാൻ പോയ സ്ഥലത്ത് നഷ്ടപ്പെട്ടത്. ആയിഷ ബീവി അതിന്റെ മുകളിൽ നിന്നിറങ്ങി മാല തെരഞ്ഞു പോയി, ആരും കണ്ടില്ല. ആണുങ്ങൾ എല്ലാവരും അവരവരുടെ കുതിര വാഹനത്തെ പുറത്ത് കയറി എല്ലാരും പോയി. ആയിഷ ബീവി റളിയല്ലാഹു തആലയ്ക്ക് ചെന്ന് മാലയും കണ്ടുപിടിച്ചിട്ട് തിരിച്ചു വന്നപ്പോ ആരെയും കാണുന്നില്ല, എല്ലാരും പോയി. ആയിഷ ബീവി റളിയല്ലാഹു തആല ഒറ്റയ്ക്ക് അവിടെ വിഷമിച്ചിരുന്നു. അപ്പോഴാണ് വരുന്നത് സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു. നഷ്ടപ്പെട്ടു പോകുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ടുവരാൻ ഏറ്റവും പുറകിൽ വിട്ട സഹാബി.
ആയിഷ ബീബി റളിയല്ലാഹു തആലയെ കണ്ടു. കേറുമ്മ, ഉമ്മാനെ വാഹനത്തിന്റെ മുകളിൽ കയറ്റി. എന്തെന്ന് പോലും ചോദിച്ചില്ല. അവിടെ നിന്ന് പോയി. രാത്രി മുഴുവനും സഞ്ചരിച്ചു. അവസാനം പകലാണ് ചെല്ലുന്നത്. സഫ്വാൻ റളിയല്ലാഹു തആല അൻഹും ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയും രണ്ടുപേരും കൂടെ പകലാണ് ചെല്ലുന്നത്. സുബ്ഹാനല്ലാഹ്. ആ സമയത്താണ് എല്ലാ സാധനങ്ങളും പുറത്തിറങ്ങുന്ന സമയ ആണല്ലോ. പള്ളിയുടെ മുമ്പിലും പട്ടിയുടെ വൈകിയ സമയമാകുമ്പോ എല്ലാം കൂടെ കൂടുന്നൊരു സമയമുണ്ടല്ലോ. അല്ലെ, ഇറച്ചീനികളെല്ലാം കൂടെ കൂടുന്ന ചില സമയങ്ങളുണ്ടല്ലോ. അസ്ർ കഴിഞ്ഞു കഴിഞ്ഞാൽ ചായക്കടലും പരിസരത്തും കടത്തുണ്ടെങ്കിലും കൂടിയിട്ട് ചർച്ച ചെയ്യണ പോലെ അന്നും ഉണ്ടെന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സമയത്താ ആയിഷ ബീവിയും സഫ്വാൻ റളിയല്ലാഹു തആല ഒരു രാത്രി മുഴുവനും ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയും ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് വരികയാ. കൊടുങ്കാറ്റടിക്കണ പോലെ കാറ്റടിച്ചു. പടച്ചനെ പറയേണ്ടതില്ല. ആയിഷ ബീവിയെ വെറുതെ വിട്ടില്ല. പിന്നെ പാവപ്പെട്ട ആമിനായ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തി. കാട്ടുതീ പടരുന്നത് പോലെ നാട് മുഴുവനും പടർന്നു. എല്ലായിടത്തും ചർച്ച ആയിഷയെ കുറിച്ച്. നബി തങ്ങൾ മിണ്ടുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വാക്ക് പോലും മിണ്ടില്ല. നേരെ പള്ളിയിൽ പോകും, നിസ്കരിക്കും, റൂമിനകത്ത് കയറും. സഹാബികൾ ഓരോരുത്തരും നബി തങ്ങളുടെ മുമ്പിൽ വന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങള്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ, ഉസ്മാൻ തങ്ങൾ, അലി തങ്ങൾ നബി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നു. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ മുമ്പിലേക്ക് കയറി വന്നു. എന്തേ നബിയെ മിണ്ടാത്തെ? എന്താ സംഭവം? എന്താ മിണ്ടാത്ത? എന്താ? നബി തങ്ങൾ ചോദിച്ചു, ഉമറേ, എന്റെ ആയിഷാനെ കുറിച്ച് പറയുന്നത് നീ കേട്ടോ? കേട്ട് നബിയെ. നീ വിശ്വസിക്കുന്നുണ്ടോ? മരിക്കണ കാലം വരെ ഞാൻ വിശ്വസിക്കൂല നബിയെ. എന്റെ ആയിഷ വ്യഭിചരിച്ചു എന്ന് എല്ലാരും പറയുന്നു, നീ വിശ്വസിക്കുന്നു? മരിക്കണ കാലം വരെ ഞാൻ വിശ്വസിക്കില്ല. തെളിവുകൾ മുഴുവനും എന്ത് തെളിവുണ്ടെങ്കിലും ഞാൻ വിശ്വസിക്കൂല. എന്തേന്ന് ചോദിച്ചു നബി തങ്ങള്. ഉമർ തങ്ങളോട് ചോദിച്ചു, എന്തേ നീ ഇങ്ങനെ പറയണേ? ആയിഷ തെറ്റ് ചെയ്യത്തില്ല എന്ന് നീ ഉറപ്പിച്ചു പറയാനുള്ള കാരണം എന്താ? പെൺകുട്ടികളും ആൺകുട്ടികളും കേട്ടോ, പെൺകുട്ടികളും ആൺകുട്ടികളും കേൾക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉമർ തങ്ങളോട് ചോദിച്ചു, എന്തുകൊണ്ടാ നീ ഇങ്ങനെ പറയണേ? പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നബിയെ, ആയിഷാനെ വിവാഹം കഴിക്കാൻ പറഞ്ഞത് ആരാ? അല്ലേ പറഞ്ഞ കല്യാണം കഴിക്കാൻ. ആയിഷ ബീബിയെ വിവാഹം കഴിക്കാൻ പറഞ്ഞതാരാ? അള്ളയാണല്ലോ പറഞ്ഞത്. എന്നാ ഖുർആൻ പറഞ്ഞ എന്താ? വലാ തഖറബുസിന ഇന്നഹു കാന ഫാഹിഷ. അല്ലാഹ് പറയുകയാ, നിങ്ങൾ വ്യഭിചാരത്തിനോട് അടുക്കുന്ന കാര്യങ്ങൾ പോലും ചെയ്യരുത്. ഇതെല്ലാവർക്കും അറിയാം. ഈ ആയത്ത് എല്ലാവർക്കും അറിയാം. വലാ തഖറബുസിന ഇന്നഹു കാന ഫാഹിഷ. ഇത് വളരെ മോശമായ വൃത്തികെട്ട ഒരു സ്വഭാവമാ ഈ വ്യഭിചാരം. അതുകൊണ്ട് അതിലേക്ക് അടുക്കുന്ന കാര്യങ്ങൾ പോലും ചെയ്യരുത്. എന്നാ അതിനുശേഷം ഒരല്പം കൂടെയുണ്ട്, സബീല. അതിന്റെ അർത്ഥം എന്താണെന്ന് വായിച്ചു നോക്കണം ചെറുപ്പക്കാരാ. മോനെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് ക്വാളിറ്റി ഇല്ല. പച്ച മലയാളം ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറയണില്ല. നാടൻ ഭാഷ, കൊല്ലം ജില്ലയിലെ ഭാഷ വെച്ച് ഞാൻ പറയണില്ല, കാരണം ഉസ്താദായി പോയി, ഇത് ലൈവായി പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് സബീല എന്ന് പറഞ്ഞ ക്വാളിറ്റി ഇല്ലെന്ന്. അപ്പൊ ഉമർ തങ്ങൾ ചോദിക്കുകയാ, ക്വാളിറ്റി ഇല്ലാത്ത ഒരു പെണ്ണിനെ കെട്ടാൻ അല്ലാഹ് പറയുവോ? അല്ലാഹ് പറയൂ, ഇല്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇതാ ഞാനും പറഞ്ഞത്. ക്വാളിറ്റി ഇല്ലാത്തവളാടാ കയറി പിടിക്കാൻ വരുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈമാൻ തരുമാറാകട്ടെ. ക്വാളിറ്റി ഇല്ലാത്ത നല്ല കുടുംബത്തിൽ പറഞ്ഞ ആരെങ്കിലും വരുവോ? നല്ല ഉപ്പായ്ക്കും ഉമ്മായ്ക്കും പറഞ്ഞ അള്ളാനെ പേടിച്ച് ജീവിക്കണ ഏതെങ്കിലും പെണ്ണ് പിടിക്കാൻ വരുവോ? ഏതെങ്കിലും ഒരുത്തം പിടിക്കാൻ വരുവോ? ഏതെങ്കിലും ഒരുത്തം നിന്നു കൊടുക്കോ? ഇല്ല. ക്വാളിറ്റി ഇല്ലാത്തവരെ ഈ പണിക്ക് നിൽക്കൂ. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയക്ക്. തൊട്ടും തടകിയും പിടിച്ചിട്ടുള്ള ബന്ധമൊന്നും വേണ്ട. മാറുന്നില്ലേ? ഞാൻ അന്യ പെണ്ണ എന്റെ ശരീരത്ത് തുടരുത്, ഞാൻ അന്യ പുരുഷന എന്റെ ശരീരത്ത് തുടരുത്. അത് ആരാണെങ്കിലും പറയാനുള്ള ചങ്കൂറ്റം നിനക്കുണ്ടോ? അല്ലാഹ് പറയുകയാ, നിനക്ക് വേണ്ടി ഞാൻ 2 സ്വർഗ്ഗം ഒരുക്കി വെച്ചിട്ടുണ്ട്, നിനക്ക് ഞാൻ തരാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അത് ചേട്ടത്തിയാണെങ്കിലും കൊച്ചാപ്പാട മോള ആരാണെങ്കിലും പറയേണ്ടത് പറയണം. അതാരാണെങ്കിലും പറയേണ്ടത് പറയണം. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മൾക്ക് അല്ലാഹുവിനെ പേടി വേണം ചെറുപ്പക്കാരാ. നമ്മൾ
അല്ലാഹുവിനെ ഭയക്കണം ചെറുപ്പക്കാരാ. നമ്മൾ അല്ലാഹുവിനെ പേടിക്കണം മോനെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത് നിനക്കറിയുമല്ലോ. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. എല്ലാവർക്കും അറിയുന്ന ആയത്താ. എങ്കിൽ അവസാനത്തെ ആയത്ത് ഏതെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ആയത്ത് ഏതെന്നറിയോ? ഓതി പഠിക്കു ചെറുപ്പക്കാരാ. അത് വല്ലാത്ത ഒരായത്താടാ. അതൊരു ഭീഷണിയാടാ. അതൊരു ഓർമ്മപ്പെടുത്തലാടാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ആയത്ത് ഏതെന്നറിയോ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹു പറയുകയാ, നമ്മൾ പറയുമല്ലോ ഓന്തോടിയാൽ എവിടെ വരെ ഓടാനാ. അല്ലാഹു പറയുകയാ, നീയൊക്കെ പോയാ എവിടെ വരെ പോകാനാടാ. എന്റെ മുമ്പിൽ തന്നെ വരുമല്ലോ, എന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവരുമല്ലോ. നിന്നെയല്ല ഞാൻ അവസാനം എന്റെ മുമ്പിൽ തന്നെ തിരിച്ചു കൊണ്ടുവരുമല്ലോ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഉമ്മമാരേ അല്ലാഹുവിനെ പേടിക്കുമ്മ. പ്രായമൊക്കെയായില്ലേ, പ്രായമൊക്കെയായില്ലേ, പടച്ചവനെ മുടി നരച്ചില്ലേ ഉമ്മ. 40ഉം 50ഉം വയസ്സായില്ലേ ഉമ്മ. ഇനി എന്ന് നന്നാകാനാ? എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, പെമ്മക്കളെയൊക്കെ കല്യാണം കഴിച്ച് വിടാ പ്രായമായില്ലേ പെണ്ണ്. എന്നിട്ടും നിന്റെ സ്വഭാവത്തിൽ മാറ്റമില്ലല്ലോ, അഹങ്കാരമാണല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുന്ന വാപ്പാ, നീ ഉപ്പയായില്ലേ. നിന്റെ കൂടെ നടന്നവരും കൂടെ പഠിച്ചവരും പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് ചെന്നില്ലോ. എന്നിട്ടും നിനക്ക് നന്നാകാ സമയമായില്ലോ. അഹങ്കാരത്തിന് മാറ്റമില്ലല്ലോ. എന്താ വാപ്പാ അഹങ്കാരികളെ പോലെ നടക്കുന്നത്? ആരെ പരാജയപ്പെടുത്താനാ? നീ ആരോടാകണം നീ കാണിക്കുന്നത്? ഒറ്റ നിമിഷം കൊണ്ട് നിന്നെ പള്ളിപ്പറമ്പിലെ കുടിക്കകത്തെത്തിക്കാൻ കരിവെള്ള പടച്ചറപ്പിനോടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, സ്വന്തം നഫ്സിനോട് ഞാൻ പറയുന്നു, നമ്മൾ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കൂ. അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചില്ലെങ്കിലോ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു നമ്മളെ തകർത്ത് കളയും സഹോദരാ. നമ്മളെ പടച്ചറപ്പ് പരാജയപ്പെടുത്തുമല്ലോ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കൂ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കൂ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ മനസ്സിനകത്ത് പേടി വേണമുമ്മ. ഇതല്ലാന്റെ കലാമാ, ഇതല്ലാന്റെ കലാമാ. ഈ ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹു ഖുർആനിലൂടെ സ്വാഗതം പറഞ്ഞ, അല്ലാഹു സ്വർഗത്തിലാണെന്ന് പറഞ്ഞ ഒന്നാമത്തെ അടിമയുടെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത്തു ഖുലൂബുഹും. അവർക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ, അവർക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. അല്ലാഹുവേ, നിന്നെ കുറിച്ചുള്ള ഭയം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നിന്നെ പേടിച്ച് ജീവിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ അടയാളം എന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലദീന ഇദാ ദുകിറല്ലാഹ്. ഒന്നാമത്തെ അടയാളം അവർക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. ഒന്നാമത്തെ അടയാളം അവർക്ക് അല്ലാഹുവിനെ വല്ലാത്ത ഭയം. അല്ലാഹു ആ ഭയം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു ആ ഭയം എനിക്ക് നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരെണ്ണം പറഞ്ഞപ്പോഴേ 10:40 ഞാൻ 45 നിർത്താന്നല്ലേ പറഞ്ഞു? 45 നിർത്താന്നാ പറഞ്ഞു. ഒരെണ്ണം പറഞ്ഞപ്പോ തന്നെ 10:40. ഇനി 3 എണ്ണം കൂടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഒരെണ്ണം കൂടെ പറയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. വേണോ വേണ്ടേ? വേണോ വേണ്ടേ? പറയണോ നിർത്തണോ? പറയണോന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈവക്കിക്കും. അൽഹംദുലില്ലാഹ്, അപ്പൊ കുഴപ്പമില്ല, ഇത്തിരി കൂടെ ഓടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ.
രണ്ട്, ഞാൻ പറയുന്ന ഈ സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അള്ളാഹ് തരുന്ന പ്രതിഫലം കൂടെ പറഞ്ഞിട്ടേ ഞാൻ പോത്തുള്ളൂ. ആഖിറത്തിൽ കിട്ടുന്ന പ്രതിഫലം ദുനിയാവിൽ അള്ളാഹു തരുന്ന പ്രതിഫലം ഞാൻ പറയാം. രണ്ട്, അള്ളാഹു പറയുകയാ അവർക്കുള്ള രണ്ടാമത്തെ ഗുണം, പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, അള്ളാഹു അവർക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ അള്ളാഹു അവർക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ അവർ ക്ഷമിക്കും. അള്ളാഹു എന്തെങ്കിലും രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുരിതങ്ങളോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവര് കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കൂല. അവർക്ക് ക്ഷമിക്കാനുള്ള ഒരു മനസ്സുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ, നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, നീ സ്വർഗത്തിലാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പരീക്ഷണം ഉണ്ടായ ക്ഷമിക്കണം. ഈമാൻ കാര്യം മാറണം. ഒന്ന്, അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കുക, അള്ളാഹിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക, പ്രവാചകന്മാരിൽ വിശ്വസിക്കുക, ഖുർആനിൽ വിശ്വസിക്കുക, അന്ത്യദിനത്തിൽ വിശ്വസിക്കുക. 6, വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഈ പറഞ്ഞ 6 കാര്യത്തിൽ അള്ളാഹിനെ വിശ്വാസമുണ്ട്, ഖുർആനിൽ വിശ്വാസമുണ്ട്, മലക്കുകളിൽ വിശ്വാസമുണ്ട്, പ്രവാചകന്മാരിൽ വിശ്വാസമുണ്ട്, അന്ത്യദിനത്തിൽ വിശ്വാസമുണ്ട്. 6ാമത്തെ ഒരു കാര്യത്തിൽ മാത്രം വിശ്വാസമില്ല. 6ാമത്തെ കാര്യത്തിൽ മാത്രം എനിക്ക് നിങ്ങൾക്ക് വിശ്വാസമില്ല. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. നന്മയും തിന്മയും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ് വരുന്നത് എന്ന് ഏത് കാലത്താണോ നീ വിശ്വസിക്കുന്നത്, അന്നേ നീ യഥാർത്ഥ വിശ്വാസിയാകും. മഹാനായ നബിയുനാ റസൂലുള്ളാഹി. എന്റെ പൊന്നാര ചങ്ങാതിമാരെ, നമുക്ക് സന്തോഷവും ദുഃഖവും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന. ഉപ്പ പറയുന്നത്, ഉസ്താദെ ഞാൻ മജ്‌ലിസുന്നൂറിന് പോകും, സ്വലാത്തിന് പോകും, എന്ത് വാഴുന്നുണ്ടെങ്കിലും പോകും, എല്ലാ കാര്യങ്ങൾക്കും ഞാൻ പോകും, പള്ളിക്ക് ലക്ഷങ്ങൾ കൊടുത്തു, പള്ളി കെട്ടിക്കൊടുത്തു, എന്നിട്ട് എനിക്കിതൊക്കെ തന്നല്ലോ അല്ലാഹ്. എന്നിട്ട് എനിക്ക് വന്നല്ലോ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, പരാതി പറയുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പരാതി പറയാം. അള്ളാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം തരുമ്പോ കുറ്റം പറയാ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാം, എനിക്കിങ്ങനെ വന്നല്ലോ, എനിക്കിങ്ങനെ വന്നല്ലോ, ഞാൻ എന്തിനും കൊടുക്കണ ഉസ്താദെ, എന്തെല്ലാം ദുആ ചെയ്തു, എവിടെല്ലാം പോകുന്നു, ഏതൊക്കെ തങ്ങന്മാരെ കണ്ടു, ഏതൊക്കെ മഖ്ബറകളിൽ പോയി, എന്നിട്ട് ഇത് വന്നല്ലോ. പരാതി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരാതി പറയരുത്. അള്ളാഹു തന്നത് ഇരു കൈയിൽ നീട്ടി സ്വീകരിക്കണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നീ വിചാരിക്കണ എന്റെ ഉസ്താദ്, അള്ളാഹിക്ക് എന്തോ എന്നോട് വൈരാഗ്യ ഉസ്താദെ, അതുകൊണ്ടല്ലേ അല്ല എനിക്ക് മക്കളെ തരാത്ത. എത്ര കൊല്ലമായി എല്ലാവർക്കും അല്ല വീട് കൊടുത്തു, എനിക്കെന്താ വീട് തരാത്ത? നമ്മള് പരാതി പറയണ അങ്ങനെ. പണ്ടൊരു ചങ്ങാതി പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇവിടെ നമ്മൾ പണ്ടൊരു ചങ്ങാതി ഒരു വലിയ പണക്കാരനെ കണ്ടപ്പോ, നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനെ കണ്ടപ്പോ, ഇയാൾ അള്ളാഹിനോട് ദുആ ചെയ്യാൻ തുടങ്ങി, പടച്ചോനെ എന്നെ ഓനെ പോലെ ആക്കണേ അല്ലാ. ഉദാഹരണം പറഞ്ഞ, ഞാൻ ദുആ ചെയ്യാ, അല്ലാ എന്നെ സിയാദ് ഖാനെ പോലെ ആക്കണേ അല്ലാ, സിയാദ് ഖാനെ പോലെ ആക്കണേ ദുആ ചെയ്യാ. നിങ്ങളുടെ നാട്ടിലെ ഒരു പണക്കാരനെ കണ്ടിട്ട് അയാളെ പോലെ ആക്കണ അല്ലാ, ആക്കണ അല്ലാന്ന് കാലങ്ങളായിട്ട് ഇയാൾ ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്. എന്നെ അബൂബക്കർ ഹാജിയെ പോലെ ആക്കണ അല്ലാന്ന് ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്. ഇയാൾ ഈ അബൂബക്കർ ഹാജിയെ പോലെ ആകണില്ല. അപ്പൊ ഒരു ദിവസം ഈ ചങ്ങാതി അള്ളാഹിനോട് പറയുക, പടച്ചവനെ, എന്നെ അബൂബക്കർ ഹാജിയെ പോലെ പണക്കാരനാക്കാൻ പറ്റത്തില്ലെങ്കിലും അബൂബക്കർ ഹാജി എന്നെ പോലെ യതീംഖാനയിലാക്കാൻ നിനക്ക് പറ്റുമല്ലോ അല്ലാ, അതെങ്കിലും ആക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ കാര്യം ഇതാ ഞാൻ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുന്നത് അള്ളാഹിക്ക് നമ്മളോട് ദേഷ്യമുള്ളത് കൊണ്ടാ അള്ളാഹു നമുക്ക് മക്കളെ തരാത്തത്, രോഗം തരുന്നത്, പ്രയാസം തരുന്നത്, വീട് തരാത്തത്. നമ്മൾ അങ്ങനെ അല്ല ചങ്ങായി. നീ അത് നിന്റെ തെറ്റിദ്ധാരണയാ. നീ എന്താ വിചാരിച്ചിരിക്കണം? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായ രീതിയിൽ അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ടതല്ല. നീ മനസ്സിലാക്കേണ്ടത് അള്ളാഹ്ക്ക് നിന്നോട് വെറുപ്പുള്ളത് കൊണ്ടോ ദേഷ്യമുള്ളത് കൊണ്ടോ അല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നബിതങ്ങൾ പറയുന്നു, ഇന്ന അശദ്ദന്നാസി ബലാഗ അൽ അംബിയാ. അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹു പരീക്ഷിപ്പിച്ചത്, ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് അബൂജഹലിനല്ല, ഉത്ബത്തിനല്ല, ശൈബത്തിനല്ല, നമ്രൂദിനല്ല, ഫിർഔനിനല്ല, ഖാറൂനിനല്ല. അള്ളാഹു ഏറ്റവും കൂടുതൽ അള്ളാഹു പരീക്ഷണം കൊടുത്തത് അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്കാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത്. ലോകത്ത് ഈ 1,24,000 പരം വരുന്ന പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മാനെ കണ്ടിട്ടുണ്ടോ? ഉമ്മാനെ കണ്ടു കൊതി തീർന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്. അള്ളാഹു ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് നബിതങ്ങളെയാണ്. എന്തുകൊണ്ട്? ഇഷ്ടം കൂടിയാൽ അങ്ങനെ,
ഇഷ്ടം കൂടിക്കഴിഞ്ഞാൽ അങ്ങനെ. എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹു നമ്മളെ അളക്കുകയാ, ഈമാനിന്റെ ടെസ്റ്റ് നടക്കുകയാ. ഇപ്പൊ എക്സാം നടന്നുകൊണ്ടിരിക്കുക. അള്ളാഹു ഓരോ മനുഷ്യന്റെയും ഈമാനിനെ അള്ളാഹ് അളക്കുകയാ, ഈമാനിനെ അള്ളാഹ് അളക്കുക. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആൻ പറഞ്ഞല്ലോ, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തു വബശ്ശിരിസ് സ്വാബിരീൻ അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിന്റെ ഖുർആൻ, നീ എന്താ വിചാരിച്ചേ ഈ ദുനിയാവെന്ന് പറഞ്ഞാല് സുഖിക്കാനുള്ള ഇടമാണെന്ന് നിനക്കാരാ പറഞ്ഞു തന്നേ? നിനക്കാരാ പറഞ്ഞു തന്നെ? എന്റെ പൊന്നാര ചങ്ങാതി, അല്ലാഹ് ഖുർആനിൽ പറയുകയാ, എടാ സ്വർഗത്തിൽ ഓസിന് കയറി പോകാൻ പറ്റുമോ? സ്വർഗത്തിലേക്ക് ഓസിന് കയറി പോകാൻ പറ്റുമോ? പറ്റില്ല. ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും നീ അനുഭവിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ തന്നെ പറഞ്ഞു, ഒരു മുസ്ലിമിനെ ഞാൻ പരീക്ഷിക്കും. എങ്ങനെ? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. പേടി കൊടുക്കും ഞാൻ, ഭയം. പേടിയല്ലേ ഇപ്പൊ നമുക്കൊക്കെ ഇപ്പൊ പേടിയല്ലേ? ഉസ്താദെ പടച്ചവനെ, ഇവിടെ നടക്കുന്ന ഹരിയാനയിൽ നടക്കുന്നത് കൊണ്ടോ പള്ളി കത്തിച്ചു ഉസ്താദ്, അങ്ങനെ ചെയ്തു ഉസ്താദ്, ഇങ്ങനെ ചെയ്തു ഉസ്താദ്, അവിടെ കിടക്കുന്നില്ല, ഇവിടെ നടക്കുന്നില്ല, അവിടെ നടക്കുന്നില്ല, എവിടെല്ലാം നടക്കുന്നു ചങ്ങാതി. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇസ്ലാമിനെതിരെ ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടാ. അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ സമുദായത്തിന്, മുസ്ലിം ഉമ്മത്തിനെതിരായി പ്രവർത്തിക്കുക. നമ്മളിവിടെ കിടന്ന് തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടാ, മഴ പെയ്ത വീടിനകത്ത് കയറി നിൽക്കും, വീടിനകത്ത് ചോർന്നാ പിന്നെ എന്ത് ചെയ്യും? എവിടെ കയറി നിൽക്കും? എടാ, മഴ പെയ്യുമ്പോ, എടാ മനുഷ്യനൊരു പ്രയാസം വരുമ്പോ പള്ളി വരും. പള്ളിക്കകത്ത് പൂക്കുറ്റി അടിയാണെങ്കിൽ എവിടെ പോകും? ഒരു മുസ്ലിമിന്റെ പ്രയാസം മാറ്റേണ്ടത് പള്ളിയിലാ. ആ പള്ളിക്കകത്ത് തമ്മിലടിയാണെങ്കിൽ നമ്മൾ എവിടെ പോകും? ഒരു കുടുംബത്തിൽ കൂടപ്പറപ്പുകൾ തമ്മിൽ തല്ലുകയാ, പിന്നെന്ത് ചെയ്യും നമ്മൾ? ഈ മുസ്ലിം ഉമ്മത്തിന്റെ ഇന്ന് തല്ല നമ്മൾ ആവശ്യമില്ലാത്ത സംഘടനയുടെയും അതും ഇതും പറഞ്ഞിട്ട് തല്ലും ബഹളുമായിട്ട് നമ്മൾ നടക്കുക. നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ ആളില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വേണ്ടത് ഐക്യമാണോ? നമുക്ക് യോജിച്ച് സന്തോഷത്തോടെ ഒരു ജീവിതം? നമുക്കതൊന്നും ഇല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭയം അല്ലാഹു നമുക്ക് തരും. അല്ലാഹു നമ്മളെ ഭയപ്പെടുത്തും. സഹോദര, ലോകത്തിന്റെ നാനാമൂലയിൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ദയനീയമായ അവസ്ഥകൾ നമ്മൾ നോക്കിക്കേ. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥ, ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥയിൽ പടച്ചവനെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും കേട്ടുകേൾവി പോലുമില്ലാത്ത ഹിറ്റ്ലറിന്റെ ചരിത്രം വായിക്കുമ്പോഴേ ഇതുപോലെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നത്. ഇന്ന് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉസ്താദെ, ഹരിയാനയിലല്ലേ, അല്ലെങ്കിൽ അവിടെയല്ലേ, മ്യാൻമറിലായിരുന്നല്ലോ, ഇപ്പതാ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ. എടോ, നാളെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വരൂലേ? നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. നമുക്ക് അള്ളാഹു പരീക്ഷണങ്ങൾ തരും, നമ്മളെ ഭയപ്പെടുത്തും. മുസ്ലിം എന്ന് പറയാൻ പേടിക്കുന്ന ഒരു കാലം വരും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അള്ളാഹുവിന്റെ സഹായം. അള്ളാഹ് ഖുർആനിൽ ചോദിക്കുന്നു, നിങ്ങളെ സഹായിക്കാൻ ഞാനില്ലേ, പിന്നെന്തിനാ നിങ്ങൾ പേടിക്കണേ? എടാ, ശത്രുവിന്റെ വലിപ്പം കണ്ടിട്ട് എന്തിനാ നിങ്ങൾ പേടിക്കണേ? ശത്രുവിന്റെ വലിപ്പം കണ്ട് ഒരിക്കലും ഭയപ്പെടരുത്. അങ്ങനെ ആയിരുന്നെങ്കിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. ഖുർആൻ ഓതി നോക്ക് നീ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞല്ലോ, അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. ആനപ്പട, അബ്രഹത്തിന്റെ ആനപ്പട, അബ്രഹത്ത് രാജാവ് ആന എന്ന് പറയുന്ന ഭീകര ജീവിയുമായിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം പൊളിക്കാൻ വന്നില്ലേ? ആന എത്ര വലിയ ജീവിയാ! അരിക്കൊമ്പനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്ത കാലം. അരിക്കൊമ്പൻ എന്ന് പറഞ്ഞൊരു ആനയെ കുറിച്ച് കുറെ നാൾ ചർച്ചയുണ്ടായിരുന്നു. പാപം ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയില്ല. അള്ളാഹു ദീർഘായുസ് എടുക്കുമാറാകട്ടെ. ആമീൻ പറ, ആമീൻ പറ. കാരണം ആ ജീവിയെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഈ അരിക്കൊമ്പൻ എന്നല്ലേ ഇപ്പൊ ആനയുടെ പേര്? അരിക്കൊമ്പൻ എന്ന് പറയുന്ന ആനയെ നാട് കടത്തിയപ്പോ വേറൊരു ആനയുടെ പേരുണ്ടല്ലോ, അപ്പൊ ചക്കക്കൊമ്പൻ. അരിക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു ആനയെ നാട് കടത്തിയതിന്റെ പിറ്റേ ദിവസം ചക്കക്കൊമ്പനും അനുയായികളും കൂടെ ടൗണിൽ ഇറങ്ങിയിട്ട് പ്രതിഷേധം നടത്തി. വർഗസ്നേഹം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആ ആനയെ നാട് കടത്തിയപ്പോ പ്രതിഷേധിച്ചുകൊണ്ട് പിറ്റേ ദിവസം മറ്റുള്ള ആനകൾ മുഴുവനും വർഗസ്നേഹം കാണിച്ചു. നമ്മളോ അവ അകത്ത് കിടക്കട്ടെ അൽഹംദുലില്ലാ എന്ന് പറയും. ആ മൃഗത്തിന് വിവരണ്ട്. പിന്നെ ഞാൻ പറയുന്നത്, ആ ആന സുന്നിയ. ആ ആന, അരിക്കൊമ്പൻ എന്ന് പറയുന്ന ആന സുന്നിയ. കാരണം എന്തേ? എല്ലാ വർഷവും അമ്മ മരിച്ച സ്ഥലത്ത് വരുമെന്നല്ലേ? അപ്പൊ ഖബർ സിയാറത്ത് ചെയ്യുന്നല്ലേ അതിനർത്ഥം? എന്തേ? എല്ലാ വർഷവും അതിന്റെ അമ്മ മരിച്ച സ്ഥലത്ത് അത് വരുമെന്നല്ലേ? നമ്മൾ കുഴിച്ചിട്ട് അങ്ങോട്ട് പോകാറുമില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആമീൻ പറയണോ?
അതിനകത്ത് കൊണ്ട് പഠിക്കാൻ ചിലതൊക്കെ. ഞാൻ തമാശ പറഞ്ഞില്ല, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അത് എല്ലാ വർഷവും അതിന്റെ അമ്മ മരിച്ച, അതുകൊണ്ടാണ് ഇന്നും അത് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ അതിന്റെ അമ്മ മരിച്ചു കിടന്ന സ്ഥലത്തേക്ക് തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നവരുള്ളത്. നമ്മളോ? അതുകൊണ്ടാണ് ഞാൻ സുന്നി എന്ന് പറഞ്ഞത്. ഇനി അത് ക്ലിപ്പങ്ങ് ഇറക്കിയേക്കല്ലടാ അനിയ, അള്ളാഹു കാക്കുമാറാകട്ടെ. ക്ലിപ്പർ അങ്ങനെ എവിടാന്ന് എനിക്ക് എന്തെങ്കിലും പറയാൻ പേടിയാ. സുബ്ഹാനല്ലാഹ്. പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ ഒന്നും പറയാൻ പാടില്ല, പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത എനിക്കിപ്പം 10-30 കേസുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു കാക്കുമാറാകട്ടെ. പെണ്ണുങ്ങളെ തല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് 8 കൊല്ലം മുമ്പ് പ്രസംഗിച്ച പ്രസംഗം ഇപ്പം ഞാൻ ഇങ്ങനെ വനിതാ കമ്മീഷനിലും അവിടെ ഇവിടെയും കയറി ഇറങ്ങി നടക്കാം. സുബ്ഹാനല്ലാഹ്. ബർക്കത്ത് കിട്ടാൻ വേണ്ടി ഞാൻ ദുആ ചെയ്യണില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒന്നും പറയരുത്, പെണ്ണുങ്ങളൊന്നും പറയാൻ പാടില്ലാത്ത കാലം. സുബ്ഹാനല്ലാഹ്. ഭാര്യമാരെ എങ്ങും പോയിട്ട് ഒന്നും ചെയ്തേക്കല്ലേ. അല്ലാഹുവേ, അല്ലാഹു നമുക്കൊക്കെ നല്ല ജീവിതം നൽകുമാറാകട്ടെ. എന്തപ്പോ പറഞ്ഞ റഹ്മാനെ? അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകും. അബ്രഹത്തിന്റെ ആനപ്പട, മദീനത്ത് ആനയില്ല, അതുകൊണ്ട് വലിയ ജീവിയായ ആനയുമായിട്ട് പോയ കഅബാലയം പൊളിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാ ഈ ചങ്ങാതി പോയത്. എന്നിട്ട് അല്ലാഹ് അവനെ തകർത്തത്. ഈ പോത്തിനും പശുവിനൊക്കെ പുല്ലിട്ട് കൊടുത്താല് അത് തിന്നിട്ട് വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പോ ചവിട്ടി തേച്ചിടൂലേ, ഇതുപോലെ ആക്കി കളഞ്ഞു അല്ലാഹുമാരെ.